ബഹുമാനപ്പെട്ട പ്രിൻസിനോട് നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുവിശേഷത്തെ അടക്കിയാ ചെയ്തത്. അവനെ താങ്ങി നിൽക്കുന്ന, അവന്റെ മേൽ കമന്റ് ഇട്ട സകല സാറന്മാരോടും പറയുക, പട്ടിയെ വളർത്താൻ നല്ലതാ, പക്ഷെ പേപ്പട്ടിയായ തല്ലിക്കൊല്ലണം. അങ്ങ് കണ്ണൂര് കിടക്കുന്ന ഒരു പാസ്റ്ററെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഇവിടെ വന്ന് പറഞ്ഞില്ലേ തൻ്റെ സഭ തെറിപ്പിക്കൂ എന്ന് പറഞ്ഞു. പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു, പുള്ളി പറഞ്ഞു ചേച്ചി പോടാന്ന് പറഞ്ഞു. പുള്ളി ഫാസ്റ്റ് ചെയ്യുന്നതായിരുന്നു, ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്കറിയാവുന്ന വേറൊരു വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു, 25,000 രൂപ തരാം, നിങ്ങളോട് പറഞ്ഞതൊക്കെ കള്ളത്തരം വന്ന് തിരുത്തി പറയണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വേറെ ആരോണ്ടോട് വേറെ ഏതാണ്ട് ഒരു ഓഫർ ചെയ്ത് വസ്തുവും വീടും വാങ്ങിച്ചു തരാം, അവൻ പറയുന്നതെല്ലാം കള്ളത്തരമാണെന്ന് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നിലവിൽ ഇപ്പൊ പറഞ്ഞുകൊണ്ട് അടുത്ത ആഴ്ച മുതൽ പരമ്പര നീയല്ല ഇറക്കുന്നത്, ഞാനാ പരമ്പര ഇറക്കുന്നത്. വെയിറ്റ് ചെയ്യും, ഞാൻ തരാം ഇതിന്റെ എല്ലാം ഓരോ പരമ്പര. എവിടെയോ കിടന്ന് ഇവൻ കുമ്പനാട്ട് വന്ന് കുമ്പനാടിന്റെ ചോറും കഴിച്ച് കുമ്പനാട്ട് നിന്ന് പഠിച്ചു വളർന്നതിന് ശേഷം, അങ്ങനല്ലേ, പഠിച്ചു വളർന്നതിന് ശേഷം അതേ കുമ്പനാട്ടിനെ കടിച്ചവനല്ലേ ഫോട്ടോ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഉറപ്പാണ് അത് ചോദിച്ചേ വരച്ചത്. എടാ നീ അത് പറഞ്ഞപ്പോ വരച്ച ഫോട്ടോ ഇത് കാണിക്കണ്ടേടാ. വരയ്ക്കുവോ? എന്നാലും ഈ വരച്ചതായിരുന്നു, നിങ്ങളാണോ വരച്ചത്? ഓയ്യോ ഹല്ലേലൂയ. കഴിഞ്ഞ 2 ദിവസം ലൈവില്ലായിരുന്നു, വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് ഞങ്ങളെ വിളിക്കാൻ ഇടയായി തീർന്നു. ഒത്തിരി പേര് വിളിച്ചു, എന്താ പാസ്റ്റർ ലൈവ് ഇടാത്തത്? ലൈവ് വിടാത്തതിനൊരു കാരണമുണ്ടായിരുന്നു. കാരണം ഇന്നത് ബോധിപ്പിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മളൊന്ന് ശുശ്രൂഷയിലേക്ക് കടക്കത്തുള്ളൂ. അതിനൊരു കാരണം എന്നു ചോദിച്ചാൽ, കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഇവിടെ 2 പേരെ എഴുന്നേൽപ്പിച്ച് നിർത്തി. ഒന്ന് പറന്തലെന്ന് വന്ന ഒരു അമ്മാമ, പിന്നെ ഒരു പാവക്കരെന്ന് പറഞ്ഞ 2 പേരെ എഴുന്നേൽപ്പിച്ച് നിർത്തി. 2 പേരോടും ദൂത് പറഞ്ഞു. നമ്മൾ പറഞ്ഞ ദൂതിനനുസരിച്ച് ഒരാള് പറന്തലുള്ളവരുടെ വീട്ടിൽ പോകാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. ഞാനിതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്ന ആളല്ല, പക്ഷെ ഇത് ശ്രദ്ധിക്കാതിരിക്കാനും പറ്റിയില്ല. അവിടെ ചെന്ന് ഒരുപാട് അനാവശ്യം പറയാൻ ഇടയായി തീർന്നു. എനിക്കൊന്ന് അമ്മ വന്നിട്ടുണ്ട്, മാമ ഇങ്ങൊന്ന് ഓടി. മോളുണ്ടോ കൂടെ? ഉണ്ട്, മക്കളുടെ പാടി ഓടിവാ. വെൽക്കം ടു ദ സ്പിരിച്വൽ വേൾഡ്. ആത്മലോകത്തേക്ക് സ്വാഗതം. ഇവിടെ യേശുവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, ചരിത്രം തരും. സന്തോഷമാണല്ലോ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇത് കുടുംബമാണ്, കുടുംബത്തിലേക്ക് സ്വാഗതം. ഈ അമ്മാമ്മയുടെ വീട്ടിൽ പ്രിൻസ് നിലമ്പൂര് പോകുവാൻ തക്കണം ഇടയായി തീർന്നു. ഞങ്ങൾ അതൊന്നും ശ്രദ്ധിക്കുന്ന ആളുകളല്ല, പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഞങ്ങളൊരു വാചകം പുള്ളിയുടെ വായിൽ നിന്ന് കിട്ടി. അവിടെ ചെന്നപ്പം അമ്മാമ്മ വീട്ടിലില്ലായിരുന്നല്ലേ? മൈക്ക് കൂടെ ചോരുക. എങ്ങനെ അമ്മാമ്മ നിങ്ങൾ ഇവിടെ ഇരുന്ന സമയത്താണ്, അതായത് ഞായറാഴ്ച ആരാധന നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ ചെന്നത്. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഓക്കെ, നമ്മൾ അറിഞ്ഞില്ല. അവിടെ ചെന്നു. അപ്പോൾ ചെന്നിട്ട് പുള്ളി ഒരു വീഡിയോ ഒക്കെ എടുത്ത് വിട്ടു. ഞാൻ അതിൻ്റെ പുറകെ പോയില്ല, പക്ഷേ എനിക്കതൊരു സംശയം അടിച്ചത് കൊണ്ടാണ് പുറകെ പോയത്. ഈ കള്ളത്തരം ഒരിക്കലും രക്ഷപ്പെടുകയല്ല, കള്ളത്തരം കാണിച്ച് ജീവിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അതിൻ്റെ അകത്ത് പുള്ളി ഒരു വാചകം ഇറങ്ങാൻ നേരത്ത് ഇവരുടെ ഭർത്താവ് അനിൽ ബ്രദറിനോട് പറയുകയാണ്, ചേട്ടനെ ഞങ്ങൾക്ക് പരിചയമുള്ളത് കൊണ്ടാണ് ഇത് വന്ന് പറയുന്നതെന്നൊരു വാക്ക് പറഞ്ഞു. എനിക്കൊരു സംശയം, അതെങ്ങനെ പരിചയം വരും? കാരണം നിലമ്പൂര് കിടക്കുന്ന ഇവന് പറന്തലിൽ കിടക്കുന്ന ഒരാളോട് പരിചയമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. തുടർന്ന് സംസാരിക്കാം. ഓക്കെ, നമുക്കൊരു കാര്യം പറയുമ്പോഴേ അനിലേട്ടനെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തപ്പി ഇവനെങ്ങനെ ചെന്നെന്നറിയാൻ വേണ്ടി. ചെന്ന റൂട്ട് ഇത്രയേ ഉള്ളൂ. അമ്മാമ, ഞാൻ പറഞ്ഞ പ്രവചനത്തിന്റെ അകത്ത് എവിടെങ്കിലും കള്ളത്തരമുണ്ടോ? ഇല്ല. ഉറപ്പാണ്? നിങ്ങളുടെ അയലോക്കത്തുനിന്നുള്ള ആളും വന്നിട്ടുണ്ടല്ലോ, റെജി ആൻറ്റി ഒന്ന് എഴുന്നേറ്റിരിക്കാമോ? റെജി ആൻറ്റി ഓടിങ്ങി വരാമോ? ഓടി വാ റെജി ആൻറ്റി. ഇത് അവിടെ ഇരുന്നാൽ മതിയോ? അത് വരാൻ ബുദ്ധിമുട്ടുണ്ടോ? ബാ റെജി ആൻറ്റി. ഏതായാലും നമ്മൾ ഒരു സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതാ. നമ്മുടെ നേതാവ് തന്നെ നിന്നെയും പരിഹാസവും ദുഷിയും ഒറ്റപ്പെടലും എല്ലാം ഏറ്റു വന്ന ആളാ. റെജി ആൻറ്റി, ഞാനൊരു കാര്യം ചുമ്മാ പറഞ്ഞാല, നിങ്ങളുടെ പേരിൽ സുവിശേഷ ആത്മാവുണ്ട്. അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ അവിടെ എത്തിച്ചത്. റെജി ആൻറ്റിയാണ് ഈ അമ്മാമ്മയെ കൊണ്ടുവരുന്നത്.
എനിക്ക് ഞാൻ ഇവരെ വീട്ടിൽ പോകും. ഈ നിമിഷം വരെ ഞാൻ വന്നോ? ഇല്ല. ഇല്ല. ഞാൻ പറഞ്ഞ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ അടയാളം എല്ലാം കറക്റ്റ് ആയിരുന്നോ അല്ലയോ? എല്ലാം കറക്റ്റ് ആയിരുന്നു. എല്ലാം കറക്റ്റ് ആയിരുന്നു. അതിൻ്റെ ഫോട്ടോസൊന്നും ഞാൻ വരാഞ്ഞുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എനിക്ക് അറിയത്തില്ല. ഇല്ലായിരുന്നു ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് വിടായിരുന്നു. ഇദ്ദേഹം അവിടെ തപ്പിച്ചെന്നതാണ് ഏറ്റവും വലിയ രസം. നമ്മൾ പറഞ്ഞു കാണിച്ച വഴി കൂടെ, പള്ളിയുടെ മുന്നേ കൂടെ അല്ലേ, പള്ളിയുടെ മുന്നേ കൂടെ ഉള്ള വഴി കൂടെ കുത്തുകയറ്റം ഉണ്ടായിരുന്നല്ലോ. ഉണ്ടോ രജയൻ്റെ കുത്തുകയറ്റം? അവിടെ ചോദ്യം, കുത്തുകയറ്റം ഉണ്ടോ? ഉണ്ട്, കുത്തുകയറ്റം. ഒരു അംഗൻവാടി പറഞ്ഞായിരുന്നു അംഗൻവാടി ഉണ്ടല്ലോ. ആ കുരിശടിയുടെ വഴി കിടക്കുന്ന വഴിയാണോ അതോ പള്ളിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന വഴിയാണോ? പള്ളിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന വഴി. ഓക്കെ, 2 കിലോമീറ്റർ പോകണം അല്ലേ? 2 കിലോമീറ്റർ നമ്മൾ നടക്കാൻ പോവാ. കയറ്റം കയറി ഏകദേശം ഒരു 100 മിനിറ്റ് തന്നെ. മാമ അംഗനവാടിയോ എന്തുവാ അത്? ആണോ? ആ, അത് കാണാം എനിക്ക്. ഓക്കെ, അംഗൻവാടി കാണാം. ഓക്കെ, അംഗൻവാടി കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോയി. ആ 3-4 വീട് ഇരിക്കുന്നിടത്തെ വീടാണോ നിങ്ങളുടെ വീട്? അത് കഴിഞ്ഞ് അത് അങ്ങേപ്പുറത്താ കാണുന്ന വളവ്, വലത്തോട്ട് കിടക്കുന്ന വളവ്, അതല്ലേ? അത് തന്നെ. യേശുവിന്റെ നാമത്തിൽ ഈ അംഗൻവാടി കണ്ട് കുത്ത് കയറ്റവും കഴിഞ്ഞ് ഇയാൾ അവിടെ ചെന്നിട്ട് അയലൊക്കത്തെ വീട്ടിലങ്ങാണ്ട് ചെന്ന് ചോദിച്ചത്. എന്താ ചോദിച്ചത്? ഹസ്ബൻഡ് വീട്ടിലില്ലായിരുന്നു, എന്തോ കൊരമ്പാലയങ്ങാണ്ട് പോയേക്കുമായിരുന്നു. വിളിച്ചിട്ട് നമ്പർ, പുള്ളിക്കാരന്റെ നമ്പർ മേടിച്ചിട്ട് എവിടാ നിക്കുന്നത്, ഞങ്ങള് വീട്ടിൽ വന്ന് നിൽക്കുക. എവിടുന്നാ വന്നെന്നാ പറഞ്ഞേ? അങ്ങനൊന്നും പറഞ്ഞില്ല, പള്ളിയിൽ നിന്നാ പറഞ്ഞത്. പള്ളിന്ന് മഹാഭാവി പള്ളിന്ന് പറഞ്ഞു കളഞ്ഞല്ലോ. എന്നിട്ട് വിചാരിച്ച എന്താന്നറിയോ, ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നില്ലേ, ഇവിടുന്ന് ആരാധനയ്ക്കും എല്ലാം വന്നതാണ്. വീണ്ടും മഹാഭാവി ചതിച്ചല്ലോടാ. എന്നിട്ട് അങ്ങനെ വിചാരിച്ച ഓടി ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് വേറെ കൂട്ടുകാരനോട് 2 പേരും കൂടെ വീട്ടിലോട്ട് വന്നപ്പം പറഞ്ഞു ഇതുപോലെ ഞങ്ങൾ വീട്ടിനകത്തോട്ട് കയറുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ചേട്ടൻ പറഞ്ഞില്ല, കയറിയിരിക്കാൻ പറഞ്ഞു. വന്ന് വീടിനകത്തെ ഫോട്ടോ എല്ലാം എടുത്തു. അപ്പൊ ഞാൻ വരച്ച ഫസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, വരച്ച ഫോട്ടോയും അടുക്കളയുടെയും ഫോട്ടോ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഉറപ്പാണ്? രജിയുടെ കഴിഞ്ഞ ആഴ്ച അത് ചോദിച്ചേ, ബെഡ്റൂമിലാ വരച്ചത്? എടാ നീ അത് പറഞ്ഞപ്പോ വരച്ച ഫോട്ടോ ഇത് കാണിക്കണ്ടേടാ. വരയ്ക്കുവോ? വരയ്ക്കത്തില്ല, എന്നാലും വരച്ചത് ഞാന്. ഈ വരച്ചതായിരുന്നു? നിങ്ങളാണോ വരച്ചത്? ഓയ്യോ, ഇതെങ്ങനെ വരച്ചത്? എങ്ങനെ അറിയത്? വലിയൊരു എന്തോ ഇരിക്കുന്ന ഇതെന്തോ വരച്ചു. ഇതെന്തോ ഈ വരച്ചു? പൂവാന്നോ? എന്തോ ഇത്? പൂവല്ലേ? പൂവും ഈ എതളുകളെല്ലാം വരുന്നൊരു സംഭവം. അതാര് വരച്ചത്? അയ്യോ, കാണേണ്ടതാ കേട്ടോ. മനോഹരം. ഇങ്ങനെ നീ ചെയ്യാവോ? വരച്ച ഫോട്ടോ കാണിച്ചു. പിന്നെ പുള്ളിക്കാരനോട് പറഞ്ഞ് നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ പള്ളിക്കാരൻ നിന്ന് സഹായിക്കുമോന്ന്. അപ്പൊ ചേട്ടനൊന്നും മിണ്ടിയില്ല. കടമൊന്നും എവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഞാനൊന്ന് കണ്ടില്ലല്ലോ എന്നൊക്കെ. അപ്പൊ ഞാൻ വന്നപ്പോ എന്നോട് പറഞ്ഞ്, അന്ന് പുള്ളിക്കാരൻ എന്നോട് ഒന്നും പറയുന്നില്ല. പിറ്റേ ദിവസം രാവിലെ രജി കടയിൽ പോകാൻ അതുവഴി വന്നപ്പോഴാണ് വീട്ടിലോട്ട് കയറുന്നത്. അപ്പോഴാണ് പുള്ളി ഇത് രജിയെ കണ്ടപ്പോഴാണ് പറഞ്ഞത്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതുപോലെ ഞാൻ വിചാരിച്ചിട്ട് നിങ്ങൾ പോയ പള്ളിയിൽ നിന്ന് വന്നതായിരിക്കും, എനിക്കറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇതുപോലെ പ്രിൻസ് നിലമ്പൂർ എന്ന് പറഞ്ഞ ഒരാളും വൈഫും ഉണ്ടായിരുന്നു പറഞ്ഞു. വൈഫായിരുന്നു കൂടെ ഉള്ളത്? ആ, ഒരു കനം കുറഞ്ഞ ഒരാൾ. ഞാനും പുള്ളിക്കാരെ നേരിട്ട് കണ്ടിട്ടില്ല. പുള്ളി വിചാരിച്ചു എന്തോന്നറിയോ, അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ, അപ്പൊ നമ്മള് വീട് പ്രാർത്ഥിക്കാനോ, പുള്ളിക്കും നല്ല ആഗ്രഹമുണ്ട് വരണമെന്നൊക്കെ. ചതിക്കുമ്പോ ഇങ്ങനെ ചതിക്കണം. എന്നിട്ട് ഇവൻ എന്തുവാ പറഞ്ഞേ? ചേട്ടനോട് പറഞ്ഞ് ഇവിടെ പറഞ്ഞോ, ധൈര്യത്തോടെ പറഞ്ഞു, ഒരു പെമ്മക്കളെ കൊണ്ട് വരാൻ പറ്റുന്ന ഇടവല്ലെന്ന്. അങ്ങനെയാ പറഞ്ഞത്. അമ്മാമ രക്ഷിക്കപ്പെട്ടയാളാണോ? സ്നാനപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. തരാം, വെയിറ്റ്. പെമ്മക്കളെ കൊണ്ട് വരാൻ പറ്റുന്ന ഇടമല്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം ഒരു കുഞ്ഞല്ലേ, എന്തിനാ അതിനെയും കൊണ്ട് പോയെന്ന് ഇങ്ങനെ ചോദിച്ചു. ഈ എന്നോട് ഇതിന്റെ ഇടയ്ക്ക് ആരാട്ടൊരാൾ ദൂത് പറഞ്ഞു, ഈ ജൂൺ ജൂലൈ മാസത്തിൽ ലൂസിഫർ നിന്റെ നേരെ ഇറങ്ങി വരുമെന്ന് പറഞ്ഞു. അത് ഈ ലൂസിഫർ ആയിരുന്നു എനിക്കിപ്പോഴാണ് മനസ്സിലായത്. സത്യം. ഞാനോടത്ത് പൃഥ്വിരാജിന്റെ ലൂസിഫർ അല്ല, ഇത് ഒറിജിനൽ ലൂസിഫർ ആയത്. എന്നിട്ട് എന്താ പറഞ്ഞ? ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ കള്ളത്തരമാണ്. 60,000 രൂപ ഇത്രയും ചെയ്തേക്കുന്നത് കള്ളത്തരവാദം. എത്ര? 80,000 രൂപ കൊടുത്ത് ഞാൻ ചെയ്തു വെച്ചേക്കുന്നത് കള്ളത്തരവാദം. എന്നിട്ട് പിന്നെന്താ പറഞ്ഞേ? ഇതിന്റെ മറവിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന്. എന്ത് ഇതിന്റെ മറവിലാണോണ്ടോ?
കർത്താവേ നീ കട്ടിലെ മരിക്കാഞ്ഞ ഗുരുത്വമായിപ്പോ ഇല്ലേ? അവൻ പറഞ്ഞ കട്ടിലിന്റെ അടിയിൽ എന്തെങ്കിലും മറച്ചു വെച്ചേക്കാന്ന്. അയ്യോ, ഇങ്ങനെ മനുഷ്യരുണ്ടോ? എന്നിട്ട് പറഞ്ഞു പാസ്റ്റർ ഗുണ്ടയാണെന്ന്. ഞാൻ ഒക്കോ ഗുണ്ടയാ ഗുണ്ടയാ ഗുണ്ടയാ. എന്റെ അമ്മാമയ്ക്ക് ഇവിടെ വന്നിട്ട് എന്തോ തോന്നുന്നു. ഞാൻ വന്നിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഹസ്ബൻഡിനോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു പോയിട്ട്. ഞാൻ പറഞ്ഞു ഇയാളുടെ വരണ്ടയായിരുന്നടേ, നല്ല, ഞങ്ങൾ അങ്ങനെ വിളിക്കാറ്. നിങ്ങളുടെ ഭാഷ. ഞാൻ പറഞ്ഞു നല്ലതായിരിക്കും ഇയാളുടെ വരണതിനും പൈസയുടെ ബുദ്ധിമുട്ടുണ്ട്, ആ പുള്ളി വരാം, നമുക്ക് അടുത്ത ആഴ്ച പോകാമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫാമിലിയായിട്ട് എല്ലാവരും വരുന്നതാണ്, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി പോയിട്ട്, ആദ്യമായിട്ടാണെങ്കിലും ഒത്തിരി സന്തോഷമായെന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് 4 പേർ കൂടെ അടുത്ത ആഴ്ച പോകാമെന്ന്. അന്നും പറയാം, അന്നേരവും ഇതൊന്നും പറയുന്നില്ല. പിറ്റേ ദിവസമാണ് എന്നോട് ഇങ്ങനെ സംഭവങ്ങളൊക്കെ പറയുന്നത്. അനിൽ ബ്രദറേ, പുള്ളി എൻ്റെ അടുത്ത ആഴ്ച ഈ ആഴ്ച വീട്ടിൽ വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്നറിയാം. ഞാൻ മാമ ഉള്ള കാര്യം പറയാം. നിങ്ങളോട് ഈ ദൂത് പറയുമ്പോഴല്ല നമ്മൾ ഈ ആത്മാവിലാണ് ഇത് പറഞ്ഞത്. ഇത് നിങ്ങൾ സുവിശേഷം അറിയത്തില്ല, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണമെന്നുള്ളൊരു ആഗ്രഹമില്ല. ഇതിപ്പം സുവിശേഷത്തെ അടയ്ക്കാനിത് ഒരു കാര്യം മാത്രം മനസ്സിലാക്കണം. നിങ്ങൾ ഇവിടെ വന്നത് പൈശാചിക ലോകത്ത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം എന്തോ വലുതോ നിങ്ങൾക്ക് വരാനുണ്ട്, നന്മയായിട്ടെന്തോ വരാനുണ്ട്. അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഇതെല്ലാം ഇതിൻ്റെ അകത്തുള്ളതാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇവിടെ വന്നിട്ട് ഇത്രയും പേരെ നിങ്ങൾ കണ്ടു. ആരെങ്കിലും നിങ്ങളോട് വേർതിരിവോ മോശമായിട്ട് എന്തെങ്കിലും പേര് ഈ പറഞ്ഞ ഞാനിനി എനിക്ക് അതിനാ നേരെ ഇരിക്കുന്നത്. ഉണ്ടെന്നുള്ള പേരും കിട്ടി, അതൊട്ട് പോകുന്നുമില്ല. ഗുണ്ടെങ്കിൽ ഗുണ്ട ഇരിക്കട്ടെ, എന്തെങ്കിലും ഒരു പേര് ആർക്കെങ്കിലും ഒക്കെ വേണമല്ലോ, ഒരു രസം. ഞങ്ങൾ സത്യം പറഞ്ഞാൽ അന്ന് വന്നൊന്നും അറിഞ്ഞില്ല. ഞാൻ ഈ വീഡിയോ ജസ്റ്റ് നോക്കിയപ്പോൾ ഇവനെ നേരത്തെ ഇവിടെ അമ്മാമ കാണുക പരിചയപ്പെടും ഒന്നുണ്ട്. എന്നിട്ടാണ് ഇവൻ എൻ്റെ അത് ഇനി അമ്മ പൊക്കോ, ഇനി ഞാൻ എക്സ്പ്ലെയിൻ. രജിയാറ്റി പറഞ്ഞെല്ലാം പക്കായാണല്ലോ, ദൂതെല്ലാം കറക്റ്റ് ആയിരുന്നല്ലോ. അത് പറയാൻ മറന്നു. എന്നാ മാമേ? 2 വണ്ടിയുണ്ട്, 2 വണ്ടിയുടെ നമ്പരും കറക്റ്റാ പാസ്റ്റർ പറഞ്ഞു. 2 വണ്ടി ഉണ്ടെന്ന് പറയാം, 2 വണ്ടി നമ്പർ. ഓ, അടുത്ത റലം കയറി. ഒക്കോ ബഹുമാനപ്പെട്ട പ്രിൻസിനോട്, പരമ സഹോദര, നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് സുവിശേഷത്തെ അടക്കിയാ ചെയ്തത്. അവനെ താങ്ങി നിൽക്കുന്ന, അവൻ്റെ മേൽ കമൻ്റ് ഇട്ട സകല സാറന്മാരോടും പറയുക, പട്ടിയെ വളർത്താൻ നല്ലതാ, പക്ഷെ പേപ്പട്ടിയായ തല്ലിക്കൊല്ലണം. പറഞ്ഞില്ലെന്ന് വേണ്ട. പട്ടിയെ വളർത്താൻ നല്ലതാ, പക്ഷെ പേപ്പട്ടിയായ എന്തോ ചെയ്യണം? തല്ലിക്കൊല്ലണം. എവിടെയോ കിടന്ന് ഇവൻ കുമ്പനാട്ട് വന്ന് കുമ്പനാടിൻ്റെ ചോറും കഴിച്ച് കുമ്പനാട്ട് നിന്ന് പഠിച്ചു വളർന്നതിന് ശേഷം, അങ്ങനല്ലേ, പഠിച്ചു വളർന്നതിന് ശേഷം അതേ കുമ്പനാട്ടിനെ കടിച്ചവനായവൻ. അവന് വേണ്ടി നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ ഓർത്തോളൂ, ഞാനിവിടെ ആരോട് കള്ളത്തരം ഒന്നും പറയുന്നില്ല, ഒരു കള്ളത്തരവും ഞാൻ പറയുന്നില്ല. എനിക്ക് കള്ളത്തരം പറഞ്ഞു എടുക്കാനാകേണ്ട ആളൊന്നുമില്ല. ഇത് നീങ്ങി തന്നെ വരുത്തി വെച്ച വിനയ. ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഈ ഇങ്ങനെയുള്ള വീഡിയോയ്ക്കൊക്കെ പോകുന്നുണ്ട് അവരെ ഒരാളായി നീ ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചേക്കണം. നമ്മുടെ ഇവിടെ വന്ന ആളുകളോടുള്ള കാര്യമായി പറയുന്നത്. നിങ്ങളെ വീട്ടിൽ ഇനി ഇവൻ വന്ന് കയറി ഇനി വള്ളക്കാരി പോകുന്നങ്ങാണ്ട് പറഞ്ഞായിരുന്നില്ലയോ, പാവക്കര പോകുമെന്ന് പറഞ്ഞു. എന്തേ പാവക്കര ഉഷാൻറ്റി അങ്ങോട്ട് വരുമെന്നാ പറഞ്ഞത്. പണി കൊടുക്കും. ധൈര്യത്തോടെ പ്രിൻസേ നീ പാവക്കരയ്ക്ക് പോകണം. അവിടുത്തെ ആൾക്കാർ വെയിറ്റിംഗ് വെച്ചിരിക്കുക. ഇത് അറിഞ്ഞപ്പോൾ മുതൽ ആന്നല്ലേ ആൻറ്റി, അവിടെ വെയിറ്റിംഗ് നിർത്തി നീ അവിടെ പോകണം. ഇരുന്ന ഉഷയാൻ്റെ അവിടെ പോകണം. അതായത് അത് പത്തനംതിട്ട ജില്ല 1, 2 ആലപ്പുഴ ജില്ല. ഇനി ഇവിടെ വന്ന് ദൂത് കേട്ടവരുടെ ശ്രദ്ധയ്ക്കായി പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ വരുവാണെങ്കിൽ ആദ്യം നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷൻ്റെ നമ്പർ എഴുതി വെക്കുക. രണ്ടാമത് എന്നെ വിളിക്കുക. അനധികൃതമായിട്ട് വീട്ടിൽ കയറി ഫോട്ടോ എടുത്തു എന്നുള്ള ഒറ്റ പരാതി, പൊന്നു മോനെ ഞാൻ അമേരിക്ക കൊലപ്പിച്ച് കയ്യിൽ അങ്ങ് തരും. ഒരു 3 കുടുംബത്തിൻ്റെ പരാതി മതി, ട്രാവലിംഗ് ബാൻ പറഞ്ഞ സാധനം തരാം, വെയിറ്റ് ചെയ്യും. ഇനി അതവിടെ നിൽക്കട്ടെ. അടുത്തൊരു കാര്യം കൂടെ പറയാം. നമ്മളിവിടെ വരുന്ന ഈ കഴിഞ്ഞ ദിവസം ബാക്കിയുള്ളവരോടാണ് പറയുന്നത്, അങ്ങ് കണ്ണൂർ കിടക്കുന്ന ഒരു പാസ്റ്ററെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഇവിടെ വന്ന് പറഞ്ഞില്ലേ തൻ്റെ സഭ തെറിപ്പിക്കൂ എന്ന് പറഞ്ഞു. പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു. പുള്ളി പറഞ്ഞു ചേച്ചി പോടാന്ന് പറഞ്ഞു. പുള്ളി ഫാസ്റ്റ് ചെയ്യുന്നതിന് ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്കറിയാവുന്ന വേറൊരു വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു 25,000 രൂപ തരാം, നിങ്ങളോട് പറഞ്ഞതൊക്കെ കള്ളത്തരം വന്ന് തിരുത്തി പറയണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വേറെ ഏതാണ്ട് ഒരു ഓഫർ ചെയ്ത് വസ്തുവും വീടും വാങ്ങിച്ചു തരാം, അവൻ പറയുന്നതെല്ലാം കള്ളത്തരമാണെന്ന് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നിലവിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് അടുത്ത ആഴ്ച മുതൽ പരമ്പര നീയല്ല ഇറക്കുന്നത്, ഞാനാ പരമ്പര ഇറക്കുന്നത്. വെയിറ്റ് ചെയ്യും, ഞാൻ തരാം ഇതിൻ്റെ എല്ലാം ഓരോ പരമ്പര. ഇങ്ങനെ ഓരോ വീടുകളിൽ കയറി ഓരോ ഫോൺ നമ്പർ എടുക്കുക, വിളിക്കുക, വിളിച്ചിട്ട് ഇത് പറയുക.
പുള്ളി ഇതെന്തിനാ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. പുള്ളി ചെയ്യുന്നത് വേറൊന്നുമില്ല, പൈശാചികൻ കയറി കഴിഞ്ഞാൽ പിന്നെ എന്തുവാ പറയുന്നത്, ആത്മാവുള്ളവനെ ജഡപ്രകാരമുള്ളവൻ ഉപദ്രവിച്ചു കൊണ്ടേ ഇരിക്കും എന്ന് പറഞ്ഞ മാതിരി. ഞാൻ കള്ളത്തരം പറഞ്ഞില്ല. ആ വീട്ടുകാരെ ഇവിടെ വിളിച്ചു. ഞാൻ ഒരു നിമിഷം അവരുടെ വീട്ടിൽ പോലും പോയിട്ടില്ല. അവരെ വിളിച്ചു നിർത്തിയാണ് പറഞ്ഞത്. ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങളുടെ വീട്ടിൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ, അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട, നിങ്ങളുടെ വീട്ടിൽ വരുമെന്ന് പറയണം, ധൈര്യത്തോടെ വരാൻ പറയണം. വിളിച്ചു നിർത്തി ഒരു ചായയും കൊടുത്ത് സകല അടയാളങ്ങളും കാണിച്ച് ചൂലും കെട്ടിനൊരെണ്ണം കൊടുത്തിട്ടേ വിടാവും. ചുമ്മാ അത് വിടരുത്. എന്തിനാടാ ഇങ്ങനെ കള്ളത്തരം കാണിച്ച് ജീവിക്കുന്നത്? എത്ര കാലം കള്ളത്തരം കാണിച്ച് ജീവിക്കും? എത്ര കാലം കള്ളത്തരം കാണിച്ച് ഇങ്ങനെ ജീവിക്കും? എത്ര കാലം ഈ നാട്ടുകാരെ മുഴുവൻ കളിപ്പിക്കും? ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ല, ഭയങ്കരമായിട്ട്. ഞാൻ ഇവിടെ അനാവശ്യമായിട്ടൊരു കാര്യം ഇവിടെ പറയുകയോ എടുക്കുകയോ ചെയ്യുന്ന ആളല്ല. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത് കൃത്യമായിട്ടേ പറയാറുള്ളൂ. ഇവിടെ ബാക്കിയുള്ള ദൂത് പറഞ്ഞ ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. എന്തിയേ അച്ഛാ ഓടി വന്നേ. ഈ അച്ഛനോട് ചൊവ്വാഴ്ച വന്ന് ഓൺലൈൻ ഇല്ലായിരുന്നു. പറഞ്ഞ വീട് സ്ഥലം അടയാളം കറക്റ്റാണോ? 101% കറക്റ്റാണ്. അവിടെ കിടക്കുന്നു. അച്ഛനെ തപ്പി ഇവിടെ വരും. വീട്ടിലോട്ട് വിളിക്കണം. വീട്ടിലോട്ട് പുള്ളിയെ വിളിക്കണം. പുള്ളി വരും. ഇല്ല, അവിടെ വരത്തില്ല. ഞാൻ എന്തോ ചെയ്യാനാ? എൻ്റെ കുഴപ്പമില്ല, പോയിരുന്നു അച്ഛൻ. അവിടെ എൻ്റെ കുഴപ്പമില്ല. ഇനി കേൾക്കാൻ പോകുന്ന വാർത്ത വീണ്ടും ഇതുവരെ ഉള്ളത് അങ്ങനെ. ഇനി കേൾക്കാൻ പോകുന്നത് നേരത്തെ അങ്ങ് പറയുക. ഒന്നുകിൽ ഞാൻ സംസാരിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും സ്ത്രീകളെ പൊക്കിയെടുത്തുകൊണ്ട് വരും, 100% വരും. അല്ലോ എന്നുണ്ടെങ്കിൽ ഞാനിത് പറഞ്ഞാന്നും പറഞ്ഞുകൊണ്ട് അടുത്ത ഒരാളെ പൊക്കിക്കൊണ്ട് വരും. ഇതെല്ലാം കള്ളത്തരമാണെന്ന് പറഞ്ഞാൽ അടുത്ത ഒരാളെ പൊക്കിക്കൊണ്ട് വരും. വിശ്വസിക്കരുത്. അതും ഒന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ മദ്യപാനിയാണെന്ന് ഇവൻ പറയും. ഉറപ്പായിട്ടും അവൻ പറയും. ഉറപ്പായിട്ട് പറയും. ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് അതേ കിടക്കുന്നു വചനത്തിന്റെ മുൻപിലും. അതേ കിടക്കുന്നു. നീ ഉറപ്പായിട്ട് പറയുമെന്ന് അമ്മച്ചി പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും പ്രിൻസ് സകലമായ ആളുകളും വയലന്റാ. കാരണം ഞാനിവിടെ കള്ളത്തരം ഒന്നും കാണിക്കുന്നില്ല, ഒരു ഫ്രോഡ് തരവും കാണിക്കുന്നില്ല. എല്ലാവരും വയല. എന്നാ പിള്ളേച്ചാ, ഇനി നിങ്ങളുടെ വീട്ടിൽ വന്നാൽ ഇനി എന്തോ പറയും? ഇതൊന്നും ഞാൻ പറഞ്ഞു പറയിപ്പിച്ചതല്ല. ജനം വയലന്റാ, വേറൊരു കുഴപ്പമില്ല. കാരണം നീ എന്നോട് ചെയ്ത കള്ളത്തരം ഇതാ. ഇനി ഇവൻ പറയും ഞാൻ ബാറിൽ നിന്നോ ബിവറേജിൽ നിന്നോ കുപ്പി വാങ്ങിച്ച് കുടിക്കുന്ന കണ്ടെന്ന ഇനി അടുത്ത അവൻ പറയാൻ പോകുന്നത്. അടുത്ത അവൻ അത് പറയും. അത് കഴിയുന്നോടെ ഏതെങ്കിലും സ്ത്രീകളെ വെച്ച് സംസാരിക്കും, അല്ലെ വേറെ വെച്ച് സംസാരിക്കും. ഇതല്ല, ഞാൻ പൈസ മോട്ടിച്ചെന്ന് പറയും. ഇനി അതോടെ ഉള്ളായിരുന്നു കേൾക്കാൻ തൃപ്തിയായി. പൈസ മോട്ടിച്ചെന്ന് പറയും, വസ്തു മോട്ടിച്ചെന്ന് പറയും. പറഞ്ഞാൽ ദൈവത്തിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിക്കുക. ദൈവം കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ അവനെ അന്നേരം അതുകൊണ്ട് പൊന്ന സഹോദര, ദേവി ഏത് വേണ്ടാത്ത പണിക്ക് നിൽക്കല്ല. നമ്മുടെ സഭാവിശ്വാസികളോട് ഓൺലൈനിൽ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് പറയുകയാണ്, ശുദ്ധ ഭോഷ്കാണ് പറഞ്ഞു നടക്കുന്നത്. ശുദ്ധ ഭോഷ്ക്. പ്രിൻസ്, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീയും നിൻ്റെ ഭാര്യയും കൂടെ അവിടെ ഇവിടെ എല്ലാം ഭാര്യയായിരിക്കും. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. നിന്നെ ഞാൻ ഭാര്യ ഇല്ലാതെ വേറെ ആരെയും കൊണ്ട് ഞാൻ പറയത്തില്ല, എൻ്റെ നാവിൽ നിന്ന് വരുത്തുമില്ല. നീ നിൻ്റെ ഭാര്യയായിരിക്കും കൂടെ പോയത്. നല്ല കാര്യം. നീ പോകണം, ഇനിയും പോകണം. പോയി അവിടെ എല്ലാം പോയി കണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് വീട്ടിൽ ഇരുന്നത് അച്ചാറിടണം. അച്ചാറിട്ടിട്ട് 2 ഭാര്യയും ഭർത്താവോടെ പിള്ളേരും കൂടെ ഇരുന്ന് കഴിച്ചോണം. ചുമ്മാതെ നീയും ഭാര്യയോടെ തോർത്തിട്ട് ഇല്ല ആറ്റിക്കിടക്കുന്ന പരൽമീനെ പിടിക്കുന്ന മാതിരി സ്രാവിനെ പിടിക്കാൻ ശ്രമിക്കില്ല. നീ ഒരുപാട് ബുദ്ധിമുട്ടും. ഈ സ്ഥലം വേറെയാ, മനസ്സിലായോ? ഞാനിവിടെ ആത്മാവിലാണ് നിൽക്കുന്നത്. പിന്നെ ഉണ്ട് ഇന്ന് രാവിലെ വന്നിട്ടുണ്ട് ITI സുനിൽ. നമ്മൾ പിന്നെ അത് നോക്കണ്ട, അത് വിസർജ്യം തിന്നുന്ന നായയാണ്. അതിൻ്റെ ആ ഭാഗത്തോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. അത് എന്ന് വെച്ചാൽ അവനെ ചവിട്ടിയാലും നാറും, തൊട്ടാലും നാറും, പിടിച്ചാലും നാറും. അത്രയും പാർട്ടിയാണ്. അവനെ വിട്ടുപിടിക്കാന്നുള്ളതേ ഉള്ളൂ. അവൻ പറയുന്നത് നമുക്ക് ഗുണമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ദോഷമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഞാൻ തൊടുകയല്ല. കാര്യം വെച്ചാൽ അത് തൊട്ടാൽ നാറും, ചുമന്നവനും നാറും, കീഴെ കൂടെ പോയവനും നാറും. അതുകൊണ്ട് സുനില, നിന്നോട് എനിക്കൊന്നും പറയാനില്ല. പിന്നെ എന്നോട് പലരും പറഞ്ഞു ഇത് പ്രതികരിക്കരുത്. സഹോദര, എൻ്റെ കയ്യിൽ തെറ്റില്ല, എൻ്റെ കയ്യിൽ കുറ്റമില്ല, എൻ്റെ കയ്യിൽ കള്ളത്തരമില്ല. അതുകൊണ്ട് എനിക്ക് പ്രതികരിക്കാൻ പറ്റും. എൻ്റെ മടി കനമുള്ളിടത്തോളം കാലം എനിക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ മടി കനമുള്ളവർ തന്നെയാണ് പ്രതികരിക്കാതിരിക്കുന്നത്. എൻ്റെ മടി കനമൊന്നുമില്ല. ഞാൻ ആരെയും മോട്ടിച്ചിട്ടില്ല, കട്ടിട്ടുമില്ല. ഞാനിവിടെ ചെയ്യുന്നത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ചുമ്മാതെ അവിടെ ഇവിടെ നടന്നാൽ പറ്റത്തില്ല, ഒത്തിരി ബുദ്ധിമുട്ടണം. അതിനിടയ്ക്ക് പ്രിൻസ് ഇവനെ ആരാണ്ട് ഈ ഡാളസിലോ എങ്ങാണ്ട് ഇൻഡിപെൻഡന്റ് ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് ഇവനെ വിളിച്ചിട്ടുണ്ടെന്നൊരു ശ്രുതി ഞാൻ കേട്ടു. അവർ കേൾക്കുന്നുണ്ട്. അവരോടാണ് പറയുന്നത്, ഈ പ്രിൻസിനോടല്ല, ആ ഡാളസിൻ്റെ ആൾക്കാരോടാണ് പറയുന്നത്, വേലിയിലിരിക്കുന്ന പാമ്പായത് എടുത്ത് തോളത്ത് വെച്ചാൽ കൊത്ത് 100% ഉറപ്പാ. ഒന്നിനും കൊള്ളരുതാത്തൊരുത്തനായവൻ.
ഇവനെ നാട്ടിപ്പോലും ഇവനെ കുറിച്ച് യാതൊരു വിലയില്ലാത്തവനായി ഇവൻ. ഞാനൊക്കെ ഒന്നുമില്ലെങ്കിൽ തരികിട കാണിച്ച് എങ്ങനെ രക്ഷപ്പെടാനായിട്ട് പോയി. ഇവരൊക്കെ വെറും തരികിടയാണ്. അതുകൊണ്ട് വീണ്ടും നമ്മുടെ സഭാവിശ്വാസികളോടും നമ്മുടെ ഇവിടെ ഓൺലൈനിൽ കാണുന്നവരോടും ഉള്ള പ്രത്യേക ശ്രദ്ധയ്ക്ക് പറയാം, ഇനി എന്നെക്കുറിച്ച് ഇവൻ അനാവശ്യം പറയും. നേരത്തെ മുൻകൂർ ഞാനങ്ങ് പറയാണ്, ഇത് കേട്ടിട്ട് ജിനോ പാസ്റ്റർ അങ്ങനെ ആയിരുന്നോ ഇങ്ങനെ ആയിരുന്നോ എന്നൊന്നും തോന്നരുത്. ജിനോ പാസ്റ്റർ അന്നും ഇങ്ങനെയാണ്, ഇന്നും ഇങ്ങനെയാണ്, നാളെ ഇങ്ങനെയാണ്, ഒരു മാറ്റം ഉണ്ടാകത്തില്ല. എനിക്കിവിടെ ആരോടും ഒരു വേർതിരിവും ഇല്ല. ആരോട്, കാരണം പലരോട് ഇവൻ ചെന്ന് പല രീതിയിലാണ് പറയും. എനിക്ക് ആരോടൊരു വേർതിരിവില്ല, ആരോട് വേർതിരിവ് കാണിക്കാറുമില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാത് കാണിക്കുന്നത്. എനിക്ക് ഒരു വേർതിരിവോ കേസിലോട്ടോ ഒന്നുമില്ല. പിന്നെ ഓൺലൈനിൽ കാണുന്നുണ്ട്, ശ്രദ്ധിച്ചോണം. ഇവനെ നിങ്ങളുടെ നാട്ടിലോ വീട്ടിലോ വരികയാണെങ്കിൽ ബാക്കി എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ എന്തോ ചെയ്യുക, നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഞാൻ അതിനെതിരെ പറയാൻ വരുന്നില്ല. എന്തോ ഉണ്ടെങ്കിലും ഒന്നുകിൽ പോലീസ് സ്റ്റേഷൻ്റെ നമ്പർ കൈ കരുതി വെക്കുക. വീട്ടിൽ വന്ന് അനധികൃതമായിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്തത് ഒരു 3 പരാതി, 3 ജില്ല, 1 ജില്ല വേണമെന്നില്ല, 3 പരാതി കിട്ടിയാൽ മതി, ഞാൻ തെളിയിക്കാം. അപ്പോൾ ഫ്രണ്ട്സേ, ഗുഡ് നൈറ്റ്. പോരുത്. ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തല. ഇതൊരു ഓർമ്മപ്പെടുത്തല നിനക്കുള്ളത്. എപ്പോഴും ഉണ്ടാകണം മനസ്സിൽ. ഈ കോട്ട് ഞാൻ ഊരി വെച്ചതാ, പക്ഷെ നീ എന്നെ ഇടിച്ച് അടങ്ങും. ഇത് നിന്റെ മനസ്സിലുണ്ടാകണം. പറഞ്ഞില്ലെന്ന് വേണ്ട. പിന്നെ താഴെ കോട്ടിട്ട് ഇനി എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ കോട്ട് ഊരി തൊട്ടപ്പുറത്തെ കടയിൽ കൊടുത്തേക്കണം. എനിക്ക് ആവശ്യമുണ്ട്. സ്റ്റോക്ക് തീർന്നുകൊണ്ടിരിക്കുക. ദൈവം നിന്നെ നിന്റെ കുടുംബത്തെയും ഇനിയും 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 ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ അനുഗ്രഹിക്കാൻ വിളിച്ചവരാ. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്മ നേരുന്നു, ദീർഘായുസ് നേരുന്നു. ആരും തല്ലിക്കൊല്ലാതിരിക്കട്ടെ. ദീർഘായുസ് നേരുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം സൃഷ്ടിച്ചതൊരിക്കലും പാഴും ശൂന്യവുമാകത്തില്ല. എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യവുമായടുത്തേക്ക് ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും, എത്ര പാഴാണേലും, എത്ര നീ വെറുക്കപ്പെട്ടവനായിരുന്നാലും, എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും.